ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫൈൻഡിങ് ദ റൂട്ട്സിലേക്ക് സ്വാഗതം. ഈ സെഗ്മെൻറ്റിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിപ്പോൾ നിലവിൽ നടക്കുന്ന ഡിഗ്രി ലെവല് പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദ്യങ്ങളുടെ വേര് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ നിലവിൽ നിങ്ങൾ എന്തായാലും പ്രിലിംസ് പരീക്ഷ എഴുതുകയാണല്ലേ, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് പരീക്ഷ എഴുതുകയാണ്, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്കിലും എവിടെ നിന്നാണ് ഇവർ ക്വസ്റ്റ്യൻ എടുക്കുന്നത്, ഏതാണ് റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിസർച്ച് നമ്മൾ തന്നെ ഇവിടെ ചെയ്തു തരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വൈറ്റൽ ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയും ഇതിനേക്കാളും മെച്ചപ്പെട്ട കണ്ടന്റുകൾ വരും. അപ്പോൾ ആ കണ്ടന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഉറപ്പായിട്ട് നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ഇഷ്ടപ്പെട്ടത് ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം, അപ്പം തന്നെ ലൈക്ക് പിടിച്ച് അമർത്തണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് രേഖപ്പെടുത്തുക. അങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് കിട്ടും. ആ ഡിസ്കഷനെ ബന്ധപ്പെടുത്തി ഇനി അടുത്ത പരീക്ഷ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു 1-2 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ ബയോസയൻസിൻ്റെ ഏരിയ അല്ലേ, എന്താണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ NCERT പരീക്ഷ, NCERT ടെക്സ്റ്റ് ബുക്കും അതുപോലെ +1 +2 വരെ എത്തി നിൽക്കുന്ന ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയം അല്ലേ, ഒരു സംശയം നമുക്ക് മുന്നോട്ട് വെച്ച് ബാക്കിയാക്കി പോയൊരു മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ LSGD സെക്രട്ടറി എക്സാമിനേഷൻ 2024-25 അല്ലേ, 25 നടന്ന പരീക്ഷ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ നടന്ന പരീക്ഷ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ബയോളജിക്കൽ സയൻസുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു സംശയം, ഇത് എവിടെ നിന്നാണ് എടുത്തേ അല്ലേ, കണ്ടാൽ വളരെ പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അറിയാത്തതായിട്ട് കാണാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഏത് ടെക്സ്റ്റ് പഠിച്ചാൽ ഇത് കിട്ടുക, അല്ലെങ്കിൽ സംശയമില്ലാതെ ഇതിൻ്റെ ആ ഉത്തരം എഴുതണമെങ്കിൽ ഏത് ടെക്സ്റ്റാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്നുള്ള സംശയം ബാക്കിയാക്കി വെച്ച് പോയൊരു പരീക്ഷയാണ് കഴിഞ്ഞ LSGD സെക്രട്ടറിയുടെ മെയിൻസ് പരീക്ഷ. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, സിമ്പിളാണ് തോന്നുന്നത് പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റൂട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് ഒരു സെഷൻ കൊണ്ട് തീരത്തില്ല, അടുത്ത സെഷനിലേക്ക് പോകും. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് 1-2 ഇൻഫർമേഷൻ കൊണ്ട് തരികയാണ്. നമ്മുടെ SBCAD അല്ലേ, SBCAD എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ നടന്ന പരീക്ഷയിൽ 30ഓളം മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. അതുപോലെ നല്ലൊരു 1000ഓളം പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നൊരു പരീക്ഷയാണ്. അപ്പോൾ പുതുതായിട്ട് ഈ പരീക്ഷ വിളിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷ നോക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പരീക്ഷ ഒരു കാരണവശാലും വിട്ടുകളയത്. കാര്യം നമുക്ക് ജൂൺ 6 തീയതി വരെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ അവസരമുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് 1-2 വാക്കുകൂടെ പറഞ്ഞു പോകാം. സംഭവം പക്കാ ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, ഡിഗ്രി ലെവൽ പോസ്റ്റാണ്, ലൈക്ക് ഒരു SI പോലെയുള്ള ഒരു പോസ്റ്റാണ്. പക്ഷേ എന്താ, നമുക്കവിടെ എന്തില്ല, യൂണിഫോം ഇല്ല, ഫിസിക്കൽ പരീക്ഷ ഇല്ല, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല കേട്ടോ. മനസ്സിലാക്കോ, എല്ലാ പേർക്കും എഴുതാം. ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. മാത്രമല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് കൂടിയാണ്, ഒരു അസിസ്റ്റന്റ് ലെവലിലുള്ള പോസ്റ്റാണ്, സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ തന്നെയുള്ള അസിസ്റ്റന്റ് ലെവലിലുള്ള പോസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രേസ് മാർക്ക് NCCയിൽ ഞാൻ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കിത് കിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് SPC ഇല്ലല്ലോ, അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് ഫോഴ്സിൻ്റെ ഗ്രേസ് മാർക്ക് ഇവിടെ വരുന്നില്ല. ഒരു പക്കാ ഡിഗ്രി പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം, ഡിഗ്രി ലെവലിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുള്ള കാര്യം എല്ലാം പറഞ്ഞുതരും. ഏതൊക്കെ ഭാഗം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പൊതുവേ 10 മാർക്കിന് വരുന്ന ഈ ഒരു ഭാഗം വിട്ട് പഠിക്കുന്ന ആൾക്കാർ കുറച്ചധികം പേരുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കാര്യം നമുക്ക് ഒരുവിധം എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാനകത്ത് കിട്ടും. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന ഭാഗം. പക്ഷേ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഇതുവരെയാണെന്നുണ്ടെങ്കിൽ NCERT ഭാഗം +1 +2 പഠിച്ചാൽ നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ. നോക്കടാ എന്തൊക്കെ പഠിക്കാനുള്ള ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയിൽ കഴിഞ്ഞ പ്രാവശ്യം LSGD സെക്രട്ടറി ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ, അതായത് ഒരു അവയവം എടുത്ത, ഫോർ എക്സാമ്പിൾ ഒരു അവയവം എടുത്തു കഴിഞ്ഞാൽ ആ അവയവത്തിൽ 100 ഗ്രാം ഏറ്റവും കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉള്ള ഓർഗൻ ഏത് എന്നാലും ചോദ്യം. ആ ചോദ്യം നിങ്ങൾക്ക് NCERT കിട്ടില്ല, +1 +2 കിട്ടത്തില്ല. 10ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റിലും അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇല്ല. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും ഞാൻ. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും. അതുപോലെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇവിടെ നമുക്ക് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, മനസ്സിലായില്ലേ. അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കാസേറ്റീവ് ഓർഗാനിസംസ്, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, K പാർക്ക് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നമ്മുടെ ആരാണ്, ഡോക്ടർമാരുടെ MBBS അടക്കമുള്ള എല്ലാ മെഡിക്കൽ പാരാമെഡിക്കൽ ഉദ്യോഗാർത്ഥികളുടെയും റഫറൻസ് ബുക്കാണ്. അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷ പോലുള്ള പരീക്ഷകളിൽ ഈ പുസ്തകം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റഫറൻസ് കൊടുക്കുന്നതും അതുപോലെ ചലഞ്ച് ചെയ്യുന്നതെല്ലാം. അത്തരത്തിൽ ചലഞ്ച് രേഖപ്പെടുത്താൻ പറ്റിയ അടിസ്ഥാന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്നും മാത്രം 6 ചോദ്യങ്ങളാണ് എടുത്തേക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10 മാർക്കിൽ 6 ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ പുസ്തകത്തിൽ നിന്ന് എടുത്തേക്കുന്നത്. ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെട്ട് പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ CD ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതിനകത്ത് NCD നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് എന്നാണ് നമ്മുടെ K പാർക്കിൽ പറയുന്നത്. പിന്നെ വരുന്നത് കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടറുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ആരോഗ്യ കിരണമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരമാണ് അല്ലേ, സിമ്പിളായിരുന്നു, നമ്മളെല്ലാം പഠിച്ചിട്ട് പോയ കാര്യമാണ്. അതുപോലെ ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഹസാർഡ്സ്,
ഇത്രയും കാര്യങ്ങൾ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫ്ലൂറൈഡ് പോയിസണിങ് ഒക്കെയാണ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതും കെ പാർക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി വരുന്ന പരീക്ഷകളുടെ എല്ലാം ഇതേപോലെ എന്ത് പഠിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇനി ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത് എന്ത് എവിടെ നിന്നാണ് എടുക്കുന്നത് മനസ്സിലാക്കിയാൽ പിന്നെ പഠിക്കുക എളുപ്പമാണ്. അത് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയിൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. മാത്രമല്ല വായന ആവശ്യമാണ് കേട്ടോ. വായന പരന്ന വായന കൂടി ആവശ്യമാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് വായിക്കുന്ന ഒരു കുട്ടികൾ മാത്രമേ പറ്റത്തുള്ളൂ. വായിക്കുമ്പോഴത്തേക്ക് എന്ത് വായിക്കണം എന്ന് കൂടെ ഇവിടെ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് നോട്ട് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് എന്ത് ചോദ്യം സാർ, ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? സൺലൈറ്റ്, എഗ് യോക്ക്, ഫാറ്റി ഫിഷ്, ഫിംഗർ മില്ലറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാരെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിബുദ്ധിമാന്മാർ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവും. എന്താണ്? സൺലൈറ്റ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് ചിന്തിച്ച ബുദ്ധിമാന്മാരുണ്ടെന്ന്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, സാറേ ഇത് സൺലൈറ്റ് എങ്ങനെ, സൺലൈറ്റ് തിന്നാൻ പറ്റുമോ? സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സ്കിന്നിൽ എന്തുണ്ടാവും? വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റും. അത് വേണം, എർഗോ കാൽസിഫറോളോ കോളോകാൽസിഫർ വേണമല്ലോ. എന്താണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 ഡീഹൈഡ്രോ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് UV റേസിൻ്റെ സഹായത്തോടു കൂടി വൈറ്റമിൻ ഡി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ശരിയാണ്. പക്ഷേ സോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് സംശയം വന്നത് മൂലം ഈ ഫിംഗർ മില്ലറ്റ് വിട്ടിട്ട് പലരും സൺലൈറ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഭാഗം കൃത്യമായിട്ട് നോക്കിയിട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനത് അറിയാൻ പറ്റും. സൺലൈറ്റും റെഫറൻസ് ബുക്കിൽ സോഴ്സായിട്ട് തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. നോക്കാം, സോഴ്സ് എന്നാണ് കെ പാർക്കിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റമിൻ ഡി ഈസ് യുണീക്ക്. അത് യുണീക്കാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബോത്ത് ഫ്രം സൺലൈറ്റ് ആൻഡ് ഫുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, സൺലൈറ്റ് എങ്ങനെയാണ്? സൺലൈറ്റ് വൈറ്റമിൻ ഡി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി ബൈ ദ ആക്ഷൻ ഓഫ് UV റേസ് ഓഫ് സൺലൈറ്റ് ഓൺ 7 ഡീഹൈഡ്രോ കൊളസ്ട്രോൾ. എന്താണ്? വിച്ച് ഈസ് സ്റ്റോർഡ് അബണ്ടന്റ് ഇൻ ദ സ്കിന്നിൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന 7 ഡീഹൈഡ്രോ കൊളസ്ട്രോളിൽ സൺലൈറ്റിലുള്ള UV റേസ് ആക്ട് ചെയ്തിട്ടാണ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അത് സോഴ്സ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്താം. ഇനി ബാക്കിയുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു എളുപ്പമുണ്ട്. കാരണം എന്താ? എഗ് യോക്ക്, ഫാറ്റി ഫിഷ്, ഇത് രണ്ടിലും എന്തുണ്ട്? ഫാറ്റ് ഉണ്ട്. നമുക്കറിയാം ഫാറ്റ് തരുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും വൈറ്റമിൻ ഡി കാണാൻ സാധ്യത വളരെയേറെയാണ്. കാരണം എന്താ? A, D, E and K എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണ്? ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആണ്. മനസ്സിലാക്കണം നിങ്ങൾ, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്. അപ്പോൾ എഗ് യോഗിലും അതുപോലെ ഫാറ്റി ഫിഷിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പോൾ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? മില്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ധാന്യങ്ങളാണ്. അപ്പോൾ അതിൽ വൈറ്റമിൻ ഡി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്കി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി പോകാം. അപ്പോൾ എക്സ്പോഷർ ടു UV റേസ് ഈസ് ക്രിട്ടിക്കൽ അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. UV റേസ് കൃത്യമായിട്ട് വേണം. നമുക്കിവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്ന ഫിൽട്ടേർഡ് ബൈ എയർ പൊല്യൂഷൻ അധികമുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ UV റേസ് ഫിൽട്ടർ ചെയ്ത് പോയേക്കാം. അതുപോലെ ഡാർക്ക് സ്കിൻ്റെ റേസ് സച്ചസ് നീഗ്രോസിനെ സംബന്ധിച്ചുള്ള എന്താണ്? അവർക്കും ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ബ്ലാക്ക് സ്കിൻ എന്ത് ചെയ്യും? 95% UV റേസിനെ എന്ത് ചെയ്യാറുണ്ട്? ഫിൽട്ടർ ചെയ്ത് കളയാറുണ്ട്. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞ സൺലൈറ്റുമായി ബന്ധപ്പെടുത്തി അതിന് ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, എയർ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ UV റേസ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോയേക്കാം. 2, നീഗ്രോസിനും ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവരുടെ സ്കിൻ അത്രയും ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. ഇനി ഫുഡിൻ്റെ സോഴ്സുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ ഡി ഓക്കേഴ്സ് ഓൺലി ഇൻ ഫുഡ്സ് ഓഫ് അനിമൽ ഒറിജിനുള്ള ഫുഡുകളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എഗ് യോഗും ഫാറ്റി ഫിഷും എന്താണ്? അനിമൽ ഒറിജിൻ ഫുഡാണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ മില്ലറ്റ് അല്ല. അപ്പോൾ നോക്കാം, എന്തിലൊക്കെയാണ്? ലിവർ, എഗ് യോക്ക്, ബട്ടർ, ചീസ്, പിന്നെ ചില സ്പീഷീസ് ഓഫ് ഫാറ്റി ഫിഷുകൾ കൊടുക്കുന്നത്. ഫാറ്റി ഫിഷ് കോമൺ ആയിട്ട് പറയുന്നതാണ്. അങ്ങനെയുള്ള ഇതിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ ഈ സാധനം അടങ്ങിയിട്ടുണ്ട്. ഫിഷ് ലിവർ ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് അല്ലെങ്കിൽ കൂടിയും അതും ഒരു വളരെ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ആണ്. അതുപോലെ ഹ്യൂമൻ മിൽക്കിലും എന്തുണ്ട്? അത്യാവശ്യം കൺസിഡർ എമൗണ്ട് ഓഫ് വൈറ്റമിൻ ഡി ഉണ്ട്. അതെങ്ങനെയാണ് കാണപ്പെടുന്നത്? എമൗണ്ട്സ് ഓഫ് വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഡി സൾഫേറ്റ് ആയിട്ടാണ്. വൈറ്റമിൻ ഡി സൾഫേറ്റിൻ്റെ സാൾട്ട് വാട്ടർ സോളുബിൾ ആണ്. ആ രൂപത്തിലാണ് ഹ്യൂമൻ മിൽക്കിൽ ഇത് കാണപ്പെടുന്നത്. ഇനി മറ്റുള്ള സോഴ്സുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചാർട്ടും കൂടെ ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ബട്ടർ, എഗ്, മിൽക്ക്, ഹോൾ മിൽക്കിൽ ഫിഷ് ഫാറ്റ്, ഷാർക്ക് ലിവർ ഓയിൽ, കോഡ് ലിവർ ഓയിൽ, അതുപോലെ ഹാലിബട്ട് ലിവർ ഓയിൽ. ഏറ്റവും കൂടുതലുള്ളത് ഹാലിബട്ട് ലിവർ ഓയിലാണ് കേട്ടോ. ഹാലിബട്ട് ലിവർ ഓയിലാണ്. ഇത് നേരത്തെ നമ്മുടെ ബയോസയൻസിൽ എടുത്ത് ചോദിച്ചിട്ടുള്ള PY കൂടെയാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡിയുടെ കോൺസെൻട്രേഷൻ ഉള്ള സാധനം വെച്ചാൽ ഹാലിബട്ട് ലിവർ ഓയിലാണ്. ഇതും കൂടെ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഇങ്ങനെ നമുക്ക് ഇത് ക്ലാസ് അല്ല, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ആ സോഴ്സിൽ നിന്നുള്ള ഇനിയുള്ള നെക്സ്റ്റ് അഡ്വാൻറ്റേജുകൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ് ഇവിടെ നിന്ന് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ക്ലാസ്സുകൾ വിശാലമായിട്ട് സാഗർ റേസ് പ്ലസ് ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ SPCD നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യണം, പവറാക്കണം.
ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഗ്രൂപ്പ് റെപ്രസെന്റ് സൂനോട്ടിക് ഡിസീസസ്? സൂനോട്ടിക് ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ സൂനോട്ടിക് ഇമ്പോർട്ടൻസ് ഉള്ള ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസീസാണ്. ഏറ്റവും കൂടുതൽ വിഷയമുള്ള സൂനോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയും റാബീസ് ആണ്. കാരണം ഇതിന് ചികിത്സയില്ല അല്ലേ. അതായത് എൻസെഫലൈറ്റിസിലേക്ക് മാറിക്കഴിഞ്ഞാൽ തലച്ചോറിനെ ബാധിച്ചാൽ പിന്നെ ചികിത്സയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഡിസീസുകളുണ്ട്. നമ്മൾ ഇതും കെ പാർക്കിലാണ് കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഉത്തരം പ്ലേഗ്, നിപ്പ, റാബീസ് ആൻഡ് മങ്കി പോക്സ് എന്നായിരുന്നു ഉത്തരം. ഇവിടെ നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കാം. സിക്ക, കോവിഡ്-19 സൂണോസിന്റെ ഭാഗത്ത് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. പോട്ടെ, കോളറ എന്തായാലും കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തന്നെ ഇതിനെ വെട്ടിക്കളയാം. കോളറ മൂലം നമുക്ക് ഇതിനെ വെട്ടിക്കളയാം. ഇനി അടുത്തത് ഇവിടെ കാലാസാർ, ടൈഫോയിഡ്. അവിടെ ടൈഫോയിഡ് കിടപ്പുണ്ട്. ടൈഫോയിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിയുള്ള ഒരാൾക്ക് അത് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. ഇനി HIV ഒരു സൂനോട്ടിക് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ഇൻ കേസ് അങ്ങനെ വരാറില്ലെങ്കിൽ കൂടിയും മനുഷ്യരിൽ നിന്നും മറ്റു കുരങ്ങുകളിലേക്ക് വരാം അല്ലെ, കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കും വരാം. അതുപോലെ റാബീസ് ആണ്. അതുപോലെ ലെപ്റ്റോസ്പൈറ ആണ്. പോളിയോ മൈലൈറ്റിസ് എന്തല്ല സൂനോട്ടിക് ഇമ്പോർട്ടൻസ് ഉള്ള അസുഖമല്ല. കണ്ടോ, പ്ലേഗ്, നിപ്പ, റാബീസ് ആൻഡ് മങ്കി പോക്സ് കൃത്യമായിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മങ്കി പോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ പ്ലേഗ് കൊടുത്തിട്ടുണ്ട്, നിപ്പ. ഇതെല്ലാം നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് പഠിച്ചാൽ ഒന്ന് നോക്കിയിട്ട് പോയ ആളെ സംബന്ധിച്ചിടത്തോളം കിട്ടും. കാരണം ഇത് കിട്ടായികയൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ റൂട്ട് എടുത്ത മേഖല ഇത് തന്നെയാണ്. കാരണം മറ്റു പല പുസ്തകങ്ങളിലും NCERT നിന്ന് ഇതുപോലെ ഒരു ലിസ്റ്റ് നമുക്കവിടെ കാണാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഫോർ ദ സ്പ്രെഡ് ഓഫ് HIV? HIV സ്പ്രെഡ് തടയുന്നതിൽ അല്ലെങ്കിൽ സ്പ്രെഡിൽ ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ കുറഞ്ഞ മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് കൃത്യമായിട്ട് കെ പാർക്ക് വെച്ച് റിപ്പോർട്ട് ചെയ്തെങ്കിൽ ക്യാൻസലായി പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമ്മുടെ നാക്കോയുടെ ട്രെയിനിങ് മാനുവലാണ്. നാക്കോയുടെ ട്രെയിനിങ് മാനുവൽ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ശരി ഉത്തരം അവിടെ ഉണ്ട്. പക്ഷേ പലപ്പോഴും PSC എടുക്കുന്ന അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ മേഖലയിൽ എടുക്കുന്ന അടിസ്ഥാന ഗ്രന്ഥം കെ പാർക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കെ പാർക്കിൽ ഇങ്ങനെ പറയുന്നു. നോക്കൂ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ നോക്കാം. ദ വൈറസ് ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഗ്രേറ്റസ്റ്റ് കൺസെൻട്രേഷൻ ഇൻ ബ്ലഡ്, സെമൻ ആൻഡ് CSF. ലോവർ കോൺസെൻട്രേഷൻ ഹാവ് ബീൻ ഡിറ്റക്ട് ഇൻ ടിയേഴ്സ്, സലൈവ, ബ്രസ്റ്റ് മിൽക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എപ്പോഴും ബ്ലഡും സെമനും നമുക്ക് അറിയാം, അത് വെട്ടിക്കളയാം, അതൊരിക്കലും വരില്ല. കാരണം അത് രണ്ടും ഹൈലി ഇൻഫെക്റ്റീവ് ആണ്. നോർമലി നമ്മൾ ഈ പറഞ്ഞ HIV കുറിച്ച് ക്ലാസ് കേട്ടില്ലാർക്ക് അറിയാൻ പറ്റും. പക്ഷേ ബ്രസ്റ്റ് മിൽക്കും സലൈവ ഇതിൽ ഏതാ കുറവ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ കെ പാർക്കിൻ്റെ 27ാമത്തെ എഡിഷനിലും ഇങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ രണ്ടും ഒരേ കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകം വെച്ച് അന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിൽ, കാരണം PSC ആശ്രയിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥമായതുകൊണ്ട് ഉറപ്പായിട്ട് അതിനെന്ത് ചെയ്യുന്നേ, ക്യാൻസൽ ചെയ്തേനെ. പക്ഷേ അതിൻ്റെ കൃത്യമായ ഉത്തരം സലൈവ തന്നെയാണ്. കാരണം നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ട്രെയിനിങ് മാനുവൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ്. ബോഡി ഫ്ലൂയിഡ്സ് ദാറ്റ് കണ്ടെയ്ൻ ലാർജ് ലോഡ് ഓഫ് ക്യാൻ എഫക്റ്റീവ്ലി ട്രാൻസ്മിറ്റ് HIV, ബ്ലഡ്, സെമൻ, വജൈനൽ ഫ്ലൂയിഡ്സ്, CSF, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നു. താഴെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ HIV വൈറസ് കനോട്ട് ലൈവ് ഔട്ട്സൈഡ് ദ ബോഡി ഫോർ ലോങ്. അതിൽ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു, ദ ബോഡി ഫ്ലൂയിഡ്സ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് HIV ഇൻ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ആർ ബ്ലഡ്, സെമൻ ആൻഡ് വജൈനൽ സെക്രീഷൻസ് ഇൻക്ലൂഡിംഗ് മെൻസ്ട്രൽ ബ്ലഡ്. അതർ ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് സ്വെറ്റ്, യൂറിൻ, ടിയേഴ്സ് ആൻഡ് സലൈവ ഡു നോട്ട് കണ്ടെയ്ൻ ദ വൈറസ് ഇൻ ഹൈ പൊട്ടൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ പൊട്ടൻസിയിൽ ഇവയിൽ വൈറസ് കാണാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ ഈ ഒരു റെഫറൻസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സലൈവയാണ് ഉത്തരം. അത് ഉറപ്പായിട്ടും അന്ന് ആൻസർ തന്നുകൊണ്ട് നമുക്ക് ഈ ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞ റെഫറൻസിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ അന്ന് നിങ്ങൾ ഇതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ചോദ്യം ക്യാൻസലേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈൻഡിങ് ദ റൂട്ട്സ് വർക്ക് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെഗ്മെന്റ് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇനി വരാൻ പോകുന്ന നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫ് മെയിൻസ് ബാച്ചിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സഹായമാകുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവും. അതിനോടൊപ്പം വരുന്ന പ്രിലിംസ് ബാച്ചിന്, അതായത് നമ്മുടെ SBCID പോലെയുള്ള ഡിഗ്രി പ്രിലിംസിലേക്ക് വരുന്ന പ്രിലിംസ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തരിക. അതായത് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് തരികയാണെങ്കിൽ അത് എവിടെ നിന്നാണ് എടുത്തതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് അറിഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പഠിച്ചത് കറക്റ്റാണ് സാറേ, ഞാൻ പഠിച്ചത് റാങ്ക് ഫയൽ നോക്കിയിട്ടല്ല, ഞാൻ പഠിച്ച പുസ്തകം നോക്കിയിട്ടാണ്, പുസ്തകത്തിൽ ഇതുണ്ട്, ഈ പുസ്തകത്തിൽ ഇതുള്ളത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ മാറ്റിയേ പറ്റത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണം. ആ ഒരു നോഹൗ നിങ്ങൾക്ക് കിട്ടണം. അത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും SBCയുടെ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. പേരും സ്ഥലവും SBCID എന്ന് പറയുന്ന കോഡ് കൊണ്ട് വാട്സാപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. സാഗർ റേസ് പ്ലസ് നാളെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള പരീക്ഷകളിലൊക്കെ 1ാം റാങ്ക് അടിച്ചെടുത്ത ഒരു രീതിയുണ്ട്. ആ രീതിയുമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഇറങ്ങിയാൽ കൊള്ളാം, നമ്മളത് മൊത്തത്തിൽ കോരിക്കൊണ്ട് തിരിച്ചു കയറത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരുമിച്ചൊരു ഗ്രൂപ്പ് വർക്കായിട്ട് മുന്നോട്ട് പോകാം. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.